കേരക്കറി കൊണ്ട് ചോറ് വേണം. സീതയ്ക്ക് ഭയങ്കര ഇഷ്ടമായില്ല. കൊടംപുളി ഇട്ട് വറ്റിച്ച് കൊടുക്ക്. പൊളിഞ്ഞു നിൽക്കുക. മുസ്ലിമൊക്കെ നിസാര പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ജീവിത പ്രശ്നമാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ പൊരിഞ്ഞടി അട്ടിയോടടി അതേ കൂട്ടുകാരെ നമ്മുടെ സിദ്ധു അയിലമീൻ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, ഓ ഇത് നിങ്ങളുടെ അമ്മയുടെ പ്രിയപ്പെട്ട മീനല്ലേ, എനിക്ക് കേര മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ അയിലമീൻ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഭവാനി അമ്മൂമ്മ സിദ്ധുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, നമുക്ക് ഉടമ്പുള്ളിട്ട് നല്ല പറ്റിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നമ്മുടെ സിദ്ധുവിൻ്റെ അമ്മയെ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ലച്ചു നമ്മുടെ സിദ്ധുവിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കേരക്കറി ഇങ്ങോട്ട് ചോറ് തിന്നണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഇന്നിപ്പോൾ അയില മേടിച്ചില്ലേ, ഇനിയിപ്പോൾ തൽക്കാലം അതും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ മേടിക്കാം കേര എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടെ നമ്മുടെ പാറമട വീട്ടിൽ നമ്മുടെ സിദ്ധു ഐസ്ക്രീം മേടിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ ഫ്ലേവർ, അതായത് സിദ്ധുവിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആട്ടോ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ലച്ചു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഐസ്ക്രീം എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അത് മേടിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ലച്ചു, അല്ലെങ്കിൽ എനിക്കറിയാടാ നീ ഒരു അമ്മക്കുട്ടനാണെന്ന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലച്ചു ഉണ്ടല്ലോ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, നിനക്ക് ഐസ്ക്രീമും കേരയൊക്കെ നിനക്കത് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ എനിക്കത് വലിയ കാര്യമാടാന്നൊക്കെ പറഞ്ഞ് പെട്ടിയും കടക്കൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇനി എന്തായിരിക്കും അല്ലേ സീൻ, കാത്തിരിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.